ക്രൂരനായ പിശാച്. ജീവിതത്തിൽ അങ്ങേയറ്റം ക്രൂരത കാണിക്കുന്ന വ്യക്തികളുണ്ട്. ഈ ക്രൂരത ചിലരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ക്രൂരനായ പിശാച്. തല്ലുക, ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് സാധനങ്ങൾ തല്ലി പൊളിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഒറ്റ തോന്നലിന് വെട്ടുക, അല്ലെങ്കിൽ വടിയെടുത്ത് അടിക്കുക, കിട്ടുന്ന സാധനം കൊണ്ട് ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള തലം അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂരത കാണിച്ചാലും അവർക്കൊരു കുറ്റബോധമോ വിഷമോ ഇല്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളതൊക്കെ കാണിച്ചു കഴിയുമ്പോൾ കുറ്റബോധവും വിഷമമായിട്ട് 3-4 ദിവസം ഇരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ആ ക്രൂരതയും തിന്മയൊക്കെ ഭാര്യയെ ഉപദ്രവിക്കുന്നതിന് ഒരു കണക്കുമില്ല, പിള്ളേരെ തല്ലണേനും ഒരു ക്രമവുമില്ല. മൃഗങ്ങളോടാണെങ്കിലും അതിൻ്റെ വാല് വെട്ടുക, അല്ലെങ്കിൽ കഴുത്തേൽ എന്തെങ്കിലും സാധനങ്ങൾ കെട്ടി തൂക്കിയിട്ടിട്ട് ഓടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ക്രൂരത കാണിക്കുന്ന വ്യക്തികളുണ്ട്. കർത്താവേ, ഇവരെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ശാന്തമായും ഏത് മൃഗങ്ങളോടും പക്ഷികളോടും മനുഷ്യരോടുമൊക്കെ സ്നേഹമായി പെരുമാറുവാനാണ് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത്. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ക്രൂരതയിൽ നിന്ന് മോചനം നേടി അവിടുത്തെ സമാധാനവും ശാന്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഇവരുടെ ഈ ക്രൂരനായ പിശാചിനെ ഞാനിതാ ബന്ധിക്കുന്നു. ഇവരുടെ ഈ തിന്മയിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ, ഇവരെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഇങ്ങനെ ഒത്തിരി ക്രൂരത കാണിക്കുന്ന വ്യക്തികളെ ധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, യോഗയിലൂടെ, മരുന്നിലൂടെയൊക്കെ സഹായിക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ വിളിക്കുക 9447465414. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.